നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ബി.ജെ.പി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടിയെത്തിയത്. 20 കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ SP ദീപകിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടിയുണ്ടായിരിക്കുന്നത്. ഗുരുദേവൻ, ഉദിയന്നൂർ ദേവി, കാവിലമ്മ, ഭഗവതി, ശ്രീ പത്മനാഭസ്വാമി, ഭാരതാംബ, തിരുവല്ലം പരശുരാമൻ, ആറ്റുകാലമ്മയെ, ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി, പത്മനാഭനും മഹാവിഷ്ണുവും, ശ്രീകണ്ഠേശ്വരൻ അമ്മയ്യപ്പൻ, അയ്യപ്പൻ, കാര്യവട്ടം ശ്രീ ധർമ്മശാസ്താവ്, പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിൽ എന്നിങ്ങനെയെല്ലാമാണ് ബി.ജെ.പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ഇതിനെ ചോദ്യം ചെയ്താണ് ദീപക് ഹൈക്കോടതിയെ സമീപിച്ചത്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് ദൈവനാമത്തിലോ സഗൗരവമുള്ള ആവണം പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നും അതുകൊണ്ട് തന്നെയാണ് കൗൺസിലർമാരുടെ നടപടി മുനിസിപ്പൽ ചടങ്ങുകൾക്ക് വിരുദ്ധമാണ് എന്നും സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി. ഹൈക്കോടതി വിധി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയല്ല എന്നാണ് കോർപ്പറേഷൻ മേയർ VV രാജേഷിന്റെ വാദം. ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി ഒരു വിധിയും പറഞ്ഞു. കോടതി ഉത്തരവ് അതുപോലെ തന്നെ കൗൺസിലർമാരൊക്കെ അനുസരിക്കും. ഭരണസമിതി ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് രാജേഷിന്റെ പക്ഷം. എന്തായാലും നിയമപരമായിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നെന്നും ഇല്ലാതെ വേറെ ദൈവങ്ങളുടെ പേരിലൊക്കെ പലരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും പിന്നെയും ഞങ്ങൾ അതൊന്നും പറഞ്ഞ് കേസ് കൊടുത്തു, അതായത് കേസിന് വേണ്ടിയിട്ട് പോയിട്ടില്ല എന്നാണ് രാജേഷ് ബി.ജെ.പി നിരത്തുന്ന മറ്റൊരു വാദം. ഹൈക്കോടതി 24 മണിക്കൂറിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിന് ഞങ്ങൾ തയ്യാറാണ്. ഏതു തരത്തിലുള്ള കോടതി വിധി പറഞ്ഞാലും ആ വിധി ശിരസാ വഹിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു എന്നും ഇനിയൊരു നിയമ പോരാട്ടത്തിനൊന്നും ബി.ജെ.പി പോകുന്നില്ല എന്നും കോടതി വിധി അനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തും എന്നാണ് ബി.ജെ.പി കൂട്ടിച്ചേർത്തത്.